നമസ്കാരം. ഡോക്ടർ ശശി തരൂരിനെ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നോ നിലപാടുകളിൽ നിന്നോ തരൂരിന്റെ രാഷ്ട്രീയ ലൈൻ വായിച്ചെടുക്കാൻ ആകില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും പേരിൽ ഡോക്ടർ തരൂർ നടത്തുന്ന പരാമർശങ്ങൾ തുടരെ വിവാദമാകുന്നു എന്നതല്ല, അതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേർക്കുള്ള ഒളിയമ്പുകൾ കൂടിയായി മാറുന്നുണ്ട്. നെഹ്റു കുടുംബത്തെ അടിയന്തരാവസ്ഥയുടെ പേരിൽ വിചാരണ ചെയ്തതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു മോദി സ്തുതിക്കും തരൂർ തുനിഞ്ഞിരിക്കുന്നു. ഏത് കാര്യവും സമയവും സന്ദർഭവും നോക്കി വേണം എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ചോദ്യം ഒന്നേ ഉള്ളൂ, തരൂർ ഏതാ പാർട്ടി? എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ ലൈൻ അദ്ദേഹം സ്വീകരിക്കുക. ബിജെപിക്ക് വേണ്ടി ഇത്രയും നാണം കെട്ട വർത്തമാനപരത്തിനാള് സ്വന്തം പാർട്ടിയുടെ അത്യുന്നതമായ വർക്കിംഗ് കമ്മിറ്റി മാറ്റുന്ന പാർട്ടിയെ പറ്റി നാം പറയുന്നു ആ കഷ്ടമെന്ന്. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും, സമയമാവുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കും. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world. And of course, a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. കോൺഗ്രസ് സഹയാത്രികനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ എൻ ശ്രീകുമാർ, BJPയിലെ ശ്രീ യുവരാജ് ഗോകുൽ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫസുൽ റഹ്മാൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ എൻ ശ്രീകുമാർ, ഡോക്ടർ തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പല സന്ദർഭങ്ങളിൽ അത് നരേന്ദ്രമോദിയെ സ്തുതിക്കുന്ന കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ നയങ്ങളെ വിമർശിച്ച് അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായി നിലപാടുകൾ അറിയിക്കുന്ന കാര്യത്തിലായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ നന്മകളെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ അതെല്ലാം ചെന്നെത്തുന്നത് ഒടുവിൽ ഒരു പാർട്ടി ലൈനിന് വിരുദ്ധമായി തരൂർ സംസാരിക്കുന്നു എന്നതിലേക്കാണ്. സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കൾക്കൊക്കെ വലിയ അതൃപ്തിയുണ്ട് തരൂർ ഇങ്ങനെ പാർട്ടി ലൈൻ വിട്ട് മുന്നോട്ട് പോകുന്നതിൽ. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഒന്നിനോടും പ്രതികരിക്കേണ്ട എന്നാണ്. തരൂർ അങ്ങനെ വിമർശിച്ച് അല്ലെങ്കിൽ പാർട്ടി ലൈനെതിരെ സംസാരിച്ച് അവിടെ കിടന്നുകൊള്ളും, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന ഒരു സമീപനമാണോ ഹൈക്കമാൻഡിനുള്ളത്? അതല്ല, തരൂർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രതികരണം കൊടുത്ത് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കേണ്ട എന്നതാണോ? എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് മൗനം തുടരുന്നത് ഇത്രയധികം പ്രകോപനം ഉണ്ടായിട്ടും? നോക്കൂ ഗോപികൃഷ്ണൻ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക സമിതി അംഗം BJPയുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ ആ പാർട്ടിക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം, പുറത്താക്കണം എന്നൊരാഗ്രഹം ഒരാൾ കൊണ്ടു നടക്കുമ്പോൾ ആ ആളെ അവഗണിച്ച് വിടുക എന്നുള്ളതാണ് നല്ല രാഷ്ട്രീയ തന്ത്രം. ഒരു പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, പ്രശ്നങ്ങളല്ല, അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്, അത് വെട്ടിലാക്കുകയല്ല. അദ്ദേഹത്തെ ജയിപ്പിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരിലും അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ശശി തരൂർ. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ആളാക്കി പുറത്തേക്ക് വിടുന്നതിന് പകരം അവഗണിച്ച് ഒരാൾ പുറത്തു പോകുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒരു നേതാവിൻ്റെ വിശ്വാസ്യത അപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു നല്ല ഒരു രാഷ്ട്രീയ തന്ത്രം, എന്തായാലും കോൺഗ്രസ് ഒരു വലിയ തന്ത്രം മെനയാതിരിക്കില്ലല്ലോ, സംശയമില്ലാത്ത കാര്യമല്ലേ. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ കോൺഗ്രസ് എന്താ അനങ്ങാതിരിക്കുന്നതൊക്കെ ചോദിച്ചാൽ അത് അവർക്കൊരു സ്ട്രാറ്റജി എന്തായാലും കാണുമല്ലോ, അല്ലാണ്ട് വെറുതെ ആവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അതിൻ്റെ നടപടി ഏതാണ്ട് ഒരു സൂചനയൊക്കെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും പ്രതികരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം അങ്ങനെ നടന്നോട്ടെ. ഇപ്പോൾ അദ്ദേഹം ശശി തരൂര് ഒരു കാര്യം ഗോപികൃഷ്ണൻ മനസ്സിലാക്കിക്കോളൂ, കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്തവരുടെ മനസ്സിൽ ശശി തരൂർ ഇന്നൊരു കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം ഒരു മോദി ഭക്തനാണ്.
അപ്പൊ അതുകൊണ്ട് ഒരു അല്ല, അധികാര ശ്രീകുമാർ സാർ, ഞാനൊരു കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ? ഇങ്ങനെ ശ്രീകുമാർ സാർ, താങ്കൾ വിചാരിക്കുന്നുണ്ടോ ശശി തരൂർ ഈ കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന താങ്കൾ പറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്ത് ഒറ്റയ്ക്കാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് തരൂരിനെ അങ്ങ് അവഗണിക്കാം, എന്നിട്ട് തരൂർ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, തരൂർ ആഗ്രഹിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രതിച്ഛായയുമായി തരൂർ പോണ്ട എന്നതാണ് പാർട്ടിയുടെ തന്ത്രം ഇപ്പോഴെങ്കിൽ, ഈ മൗനത്തിന് പിന്നിലെ തന്ത്രമെങ്കിൽ തരൂർ ഒറ്റയ്ക്കാണ്, അദ്ദേഹത്തിന് പിന്നിൽ ആരുമില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ തരൂർ നേടിയ വോട്ടുകൾ താങ്കളുടെ ശ്രദ്ധയിലുണ്ടല്ലോ അല്ലേ? തരൂരിനൊപ്പം കോൺഗ്രസിൻ്റെ ചില അപൂർവ നേതാക്കളുണ്ടായിരുന്നു, കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരുമില്ല. ഇപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, ശ്രീ ഗോപികൃഷ്ണൻ കേരളത്തിലെ കാര്യം അറിയാമല്ലോ. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം അന്ന് പ്രസംഗിക്കാതിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റ് LDF ഇന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ നേതാക്കളുടെ പ്രസംഗമല്ല കാര്യം, മറ്റുള്ള ഇവിടെയുള്ള KPCC നേതാക്കളുടെയും UDF നേതാക്കളുടെയും പ്രവർത്തനമാണ് കാര്യമെന്ന് വ്യക്തമായല്ലോ. അപ്പോൾ ശശി തരൂരിനെ കുറിച്ച് ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാലേ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഇന്നൊരു ചർച്ചയാക്കുന്നില്ല. കഷ്ടമായി പോയി, അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ശശി തരൂരിനെ പറ്റിയെന്ന് വെച്ചാൽ അധികാര രാഷ്ട്രീയത്തോടെ അദ്ദേഹം താല്പര്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആശയദാരിദ്ര്യം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ഈ ആശയദാരിദ്ര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പദമാണെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെയും നെഹ്റുവിനെയും വേണ്ട വിധത്തിൽ പുകഴ്ത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ കഴിഞ്ഞ വർഷം ജൂണിൽ പുകഴ്ത്തിയ ഒരാൾ ഇന്ന് നരേന്ദ്രമോദിയാണ് വ്യക്തിപ്രഭാവമുള്ള നേതാവെന്നും BJP ആണ് കോൺഗ്രസിൻ്റെ നയങ്ങളെക്കാൾ നല്ലതെന്ന് പറയുമ്പോൾ അദ്ദേഹം UPAയുടെ ഒരു മറ്റേ മന്ത്രിസഭയിലൊരു അംഗമായിരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭരണഘടനയെ മാനിച്ചിരുന്ന ഒരാളാണ്. അതുമാത്രവുമല്ല, അദ്ദേഹം ഇന്നേ വരെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ കോൺഗ്രസിനേക്കാൾ നല്ലത്, കോൺഗ്രസിൻ്റെ കാലത്തേക്കാൾ മികച്ചെന്ന്. എങ്കിൽ ഇങ്ങനെ പറയട്ടെ അദ്ദേഹം, കോൺഗ്രസ് ഈ നാട്ടിൽ ഇനി കാര്യമില്ല, ഇനി BJPയുടെ നാളുകളാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അദ്ദേഹം തള്ളിപ്പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ആശയദാരിദ്ര്യം, അതിന് ഉദ്ദേശം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു നേരത്തെ അത് എല്ലാവർക്കും അറിയാം, അത് സാധാരണ രാഷ്ട്രീയമാണ്. ഒന്ന് പുറത്താക്കി കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷെ നോക്കൂ, അതിൽ വലിയ കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം ചുരുങ്ങിയ വോട്ടിനാണ് ജയിച്ചത്. കാരണം നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതൊന്നും വലിയ ആളുകളായിട്ടല്ല, അവരൊക്കെ നമ്മുടെ കേരള പൗരന്മാരാണ്. രാജ്ഭവൻ ഉണ്ണിത്താൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ജയിച്ചത് അങ്ങനെയാണ്. അവർക്കൊക്കെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 16,000, അത് ആ മത്സ്യത്തൊഴിലാളി അവസാനം സഹായിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാം വ്യക്തമായിട്ട്. പക്ഷേ അദ്ദേഹം ഒരു പ്രവർത്തക സമിതി അംഗമാണ്. അത് ഗോപികൃഷ്ണൻ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാര്യം 1-2 വർഷം മുമ്പ് ചർച്ച ചെയ്തപ്പോഴേ ഞാനെന്നും ശശി തരൂരിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്ത ഒരാളായതുകൊണ്ട് എനിക്കിതിൽ ഒരു പുതുമയും തോന്നുന്നില്ല. അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിക്കുമ്പോൾ തൊട്ട് ഞാൻ അദ്ദേഹത്തെ എതിർത്തിരുന്ന ഒരാളാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് യോജിച്ച ഒരാളല്ല ശശി തരൂരിൻ്റെ നിലപാടുകളെന്ന് വ്യക്തമായും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AICCയിലേക്ക് മത്സരിച്ച 1000-ലധികം വോട്ട് അദ്ദേഹം നേടി. ആ വോട്ട് അദ്ദേഹം നേടിയ ആ വോട്ട് അന്ന് കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു. കാരണം പാർട്ടിയിലൊരു ജനാധിപത്യം വരട്ടെന്ന്. പക്ഷേ ആ ജനാധിപത്യം ഭംഗിയായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ നിർവഹിക്കുന്നതുകൊണ്ട് അന്ന് അദ്ദേഹത്തോടൊപ്പം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആനന്ദ ശർമ്മ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ വളരെ സജീവമാണ്. ആ ആനന്ദ ശർമ്മയാണ് വിദേശത്തേക്ക് AICC നിയോഗിച്ചതും. നിങ്ങൾ നോക്കൂ, ഇതിലും വലിയ നേതാക്കളെ നമ്മുടെ കശ്മീരിലെ ഗുലാം നബി പോയിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ല കോൺഗ്രസിന്. അത് മാത്രവുമല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീകുമാർ സാർ, അതായത് ശശി തരൂരിന്റെ ഗാന്ധി കുടുംബത്തിന് നേരെയുള്ള അദ്ദേഹത്തിന്റെ അവജ്ഞയാണെങ്കിലും അദ്ദേഹത്തിന്റെ വിമർശനമാണെങ്കിലും അതല്ല അദ്ദേഹം കുടുംബാധിപത്യത്തെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ ദൈക്ഷണികമായ നിലപാടാണെങ്കിലും ഇതെന്താണെങ്കിലും അദ്ദേഹം മുൻപ് അദ്ദേഹത്തിന്റെ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം അതിൽ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ നിശബ്ദത പാലിച്ചു. പല സന്ദർഭങ്ങളിൽ അദ്ദേഹം മിണ്ടാതിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുൻ നിലപാടുകളൊക്കെ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വംശാധിപത്യം അടുത്തെങ്ങും അവസാനിക്കാൻ പോകുന്ന ലക്ഷണമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ മകൻ 1970 ജനിച്ച രാഹുലിനും 2 വയസ്സിന് ഇളയ കുറെ കൂടി അധികാരമോഹമുണ്ടെന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ തനി സ്വരൂപം എന്ന ആരാധകരാൽ വാഴ്ത്തപ്പെടുന്ന പ്രിയങ്കയ്ക്കും പാർലമെന്റ് അംഗങ്ങളാകാനുള്ള പ്രായമായി വരുന്നു. അവരിൽ ഒരാൾക്ക് വേണ്ടി പിതാവിൻ്റെ സീറ്റ് സജ്ജമാക്കി വെക്കണമെന്ന് നിരീക്ഷകർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ 1998
തരൂർ വിലയിരുത്തുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വംശാധിപത്യത്തിനെതിരെ, ഗാന്ധി കുടുംബത്തിൻ്റെ ഈ അധികാരമോഹത്തിനെതിരെ, അല്ലെങ്കിൽ ചരിത്രം എല്ലാ കാലത്തിലും അവർക്കൊപ്പം നിന്നു എന്നതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ദിഷണ കൂടി തരൂരിനുള്ളിൽ വളർന്നു വന്നിരുന്നു. അത് ഫലപ്രദമായി, അല്ലെങ്കിൽ കുറെ കൂടി ശൗര്യത്തോടെ, മൂർച്ചയോടെ വീണ്ടും വീണ്ടും തരൂർ എടുത്ത് പ്രയോഗിക്കുന്നു എന്നതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കേവലം രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം മറ്റു ചിലത് കൂടി തരൂർ കണക്ക് കൂട്ടുന്നുണ്ട് എന്ന് വിലയിരുത്തിയാൽ താങ്കൾ യോജിക്കുമോ? ഗോപികൃഷ്ണൻ, അതിൽ പുതുമയില്ല. എന്താണെന്നറിയോ, ശശി തരൂരിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നന്നായിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം UPA ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരുന്നതും കോൺഗ്രസ്സിൽ മത്സരിച്ചിട്ട് മന്ത്രിയാകുന്നതും. അതറിയാമല്ലോ, അദ്ദേഹത്തിന് സ്ഥാനം പാർട്ടിയാണല്ലോ കൊടുത്തേ. അതിനുശേഷം അദ്ദേഹത്തിന് നിലപാട് മാറും. അത് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം ഇന്നത്തെ നിലപാടല്ല നാളെ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം നിലപാടെടുക്കും. കാരണം അദ്ദേഹം ഒരു ഉറച്ച പാർട്ടിക്കാരനായിട്ട് ആരും കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ പാരമ്പര്യം കുറവാണ്, 10-14 വർഷമായിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടൊരു പുതുമയില്ല. പക്ഷേ അങ്ങനെ നിലപാട് മാറുമ്പോൾ ആ നിലപാട് മാറ്റം അന്തസ്സായിട്ട് നടത്തി പോകണം. അത്രേ പ്രശ്നമുള്ളൂ. കോൺഗ്രസ്സിൽ നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നയങ്ങളോട് യോജിപ്പില്ല. വംശാധിപത്യവും കുടുംബാധിപത്യവും എല്ലാം ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ വന്നത്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു മാന്യമായ രാഷ്ട്രീയമുണ്ട്. BJPയിലേക്കോ CPM-ലേക്കോ എവിടേക്ക് വേണമെങ്കിലും ആർക്കും പോകാമല്ലോ. പോകണം. മറ്റുള്ളവരിലേക്ക് കൂടി പോകണം. അവിടെ ശ്രീകുമാർ സാർ, തരൂർ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ എന്ത് കാരണം കൊണ്ടാണോ കോൺഗ്രസ് അവരുടെ സ്വത്തെന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിൽ കോൺഗ്രസ് കണ്ട അതേ ഗുണങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ നേതൃഗുണമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗോളതലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയാണെങ്കിലും എന്താണെങ്കിലും അത് വേണ്ട വിധത്തിൽ പാർട്ടിക്കകത്ത് പ്രയോജനപ്പെടുന്ന തരത്തിൽ വിനിയോഗിക്കാൻ പാകത്തിലൊരു അവസരം ഇനി തനിക്ക് കോൺഗ്രസിൽ നിന്നാൽ കിട്ടില്ല. കാരണം അത് വെട്ടാൻ കാത്തു നിൽക്കുന്ന KC വേണുഗോപാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയും തലപ്പത്തുള്ളപ്പോൾ ഒരു ഘട്ടത്തിലും എനിക്കിനി ഉയർന്നു വരാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും കൂടുതൽ മികച്ച സ്ഥാനമാനങ്ങൾക്ക്, രാജ്യത്തെ സേവിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് ചിറകുകൾ, നിങ്ങളുടെ ചിറകുകൾ നിങ്ങളുടേതാണ്, പക്ഷെ ആകാശം ആരുടെയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് പറയാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുത്തുകാരൻ എന്ന നിലയിൽ, പ്രാസംഗികൻ എന്ന നിലയിൽ, പ്രഭാഷകൻ എന്ന നിലയിൽ, ഗവേഷകൻ എന്ന നിലയിലൊക്കെ ധാരാളം ക്ഷണങ്ങൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇതല്ലെങ്കിൽ പറയണം, ഞാൻ വിട്ടിട്ട് പോകാം എന്ന് നേതൃത്വത്തെ അദ്ദേഹം വെല്ലുവിളിച്ചില്ലേ? എന്ത് പരിഗണനയാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട്? അദ്ദേഹത്തെ നിർത്തി മത്സരിപ്പിച്ചു എന്നതോ? അത് മാത്രമല്ലേ ഉള്ളൂ. നോക്കൂ ഗോപികൃഷ്ണൻ, താങ്കളുടെ ഇപ്പോഴത്തെ നിരീക്ഷണത്തിൽ താങ്കളുടേതായ ഒരു നിരീക്ഷണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നോക്കൂ, ഇവിടെ ഇതുപോലെയുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് പേര് കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. അതിൽ KR നാരായണൻ രാഷ്ട്രപതിയായല്ലോ, ഓർമ്മയുണ്ടല്ലോ. അരുൺ നെഹ്റു, അരുൺ സിംഗ്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ മണിശങ്കർ അയ്യർ, നട്വർ സിംഗ്, ഇങ്ങനെ എത്രയോ പേര് ശശി തരൂരിനെ പോലെ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരിൽ പലരും പിന്നീട് കോൺഗ്രസ് വിട്ടുപോയി. ഇപ്പോൾ നട്വർ സിംഗ് അടക്കം കോൺഗ്രസിനെ വിമർശിച്ചു പോയി. മണിശങ്കരെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്യാം. പക്ഷേ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചു വിട്ടൊരു MP ആണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആ പദവികൾ കൊടുത്തു. പക്ഷേ കോൺഗ്രസ് ഡൽഹിയിൽ പ്രതിപക്ഷത്തായി. അപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല. പകരം അദ്ദേഹത്തിന് താല്പര്യമുള്ള വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ അംഗമായിട്ട് കോൺഗ്രസ് അദ്ദേഹത്തെ നിയോഗിച്ചു. അതേ ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് പറ്റില്ലല്ലോ. പക്ഷേ ശശി തരൂർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം നമ്മുടെ ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സുകാരനാണെന്നതിനെക്കുറിച്ച്. നോക്കൂ, ശശി തരൂരിന് ഇപ്പോൾ കോൺഗ്രസിനോട് താല്പര്യമില്ല. കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനോടും താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് ജനങ്ങൾ കോൺഗ്രസ് കൊടുത്ത ഒരു വലിയ സമ്മാനമുണ്ട്, MP സ്ഥാനം എന്നുള്ളത്. അത് അദ്ദേഹം രാജിവെച്ചാൽ മതി, പ്രശ്നമില്ല. വർക്കിംഗ് കമ്മിറ്റിയിൽ എന്താ അദ്ദേഹത്തെ അടുത്ത തവണ ക്ഷണിക്കാതിരുന്നാൽ ആ പ്രശ്നം കഴിഞ്ഞു. അദ്ദേഹത്തിന് ക്ഷണിക്കുന്നില്ലെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ അതല്ലല്ലോ MP സ്ഥാനം എന്നുള്ളത്. ആ MP സ്ഥാനം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തിരുവനന്തപുരംകാർ കൊടുത്ത കൈപ്പത്തി ചിഹ്നത്തിലാണ് കൊടുത്തത്. അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് അദ്ദേഹം ഇന്ന് ആസ്വദിക്കുകയാണ്. എങ്കിൽ ഞാനിതാ എൻ്റെ MP സ്ഥാനം രാജിവെക്കുന്നു, പാർട്ടി നേതൃസ്ഥാനം അവരെ തീരുമാനിക്കട്ടെ, എനിക്ക് താല്പര്യമുള്ള പാർട്ടിയിലേക്ക് പോകുന്നു പറഞ്ഞാൽ മതി. കാരണം ശശി തരൂരിന്റെ ബൗദ്ധിക നിലപാടല്ല അദ്ദേഹത്തിന്റെ ആ ധൈഷണിക നിലപാടും പോയിരിക്കുന്നു. ശരി, ശ്രീ ഫസലുർ റഹ്മാൻ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് തരൂർ നിരന്തരം നടത്തുന്ന ഈ പാർട്ടി ലൈനിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ
ഇതൊന്നും ശരിയല്ല എന്ന് അവർ 100 ആവർത്തി പറഞ്ഞ ശേഷം വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ്. പക്ഷേ അവിടെ കെ മുരളീധരൻ ഇന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ പോണം. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ അദ്ദേഹം MP ആയി നിൽക്കുന്നുണ്ട്, അതിന് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം നിൽക്കുക, അതല്ല അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ അദ്ദേഹം ഈ പദവി രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈൻ എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുമെന്ന്. അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു നിലപാടില്ലാത്ത അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു സമീപനം സ്വീകരിക്കാതെ തരൂർ എന്ത് ഭാവിച്ചാണ് എന്ന് ചോദിക്കുന്നവരോട് ശ്രീ ഫസലുർ റഹ്മാൻ, താങ്കളെപ്പോലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ത് പറയും? ഇതിൽ അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റാൻഡ് പറയേണ്ടത് AICCയോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോ അല്ല, ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് വ്യക്തമായിട്ട് പറയേണ്ടത്. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഗോപിയും അതുപോലെ തന്നെ ശ്രീകുമാർ സാറും പറഞ്ഞ പോയിന്റിൽ ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. ചോദിച്ചല്ലോ, കോൺഗ്രസ് പാർട്ടി ആകെ കൊടുത്തത് MP സ്ഥാനം മാത്രമാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രീകുമാർ സാർ ആഡ് ചെയ്തു. നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2009 അക്കാലത്ത് ഒരു രാഷ്ട്രീയ മേഖലയിൽ പുതുമുഖമായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയ രംഗത്ത് പുതുമുഖമായി വന്ന ഒരാൾ, അദ്ദേഹത്തിന് MP സ്ഥാനം നൽകി, MP ആയിട്ട് മത്സരിപ്പിച്ചു, MP സ്ഥാനം നൽകി, മന്ത്രിയാക്കി, 2 തവണ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം 2017 പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, AICCയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ചെയർമാനായിരുന്നു ഡോക്ടർ ശശി തരൂർ. ഒരു പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. 2023 വരെയും അദ്ദേഹം അത് തുടർന്നു. പിന്നെ 2019 ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പാർലമെൻറ്റിൽ ആകെ ഉള്ളത് 30 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പാണ്, അല്ലെങ്കിൽ 30 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. അതിൽ 2019 കോൺഗ്രസ് പ്രതിപക്ഷത്തിന് ആകെ ഉണ്ടായിരുന്നത് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മാത്രമാണ്. അതിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കോൺഗ്രസിനുണ്ടായത്. അതിലൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തത് ഡോക്ടർ ശശി തരൂരിനാണ്. 2022 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ്. ആ സമയത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തത് ഡോക്ടർ ശശി തരൂരിനാണ്. ഇപ്പോൾ വെരി റീസെൻ്റ്ലി 2024 മൊത്തം 9 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളുള്ളതിൽ 4 മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് പോലെയുള്ള വളരെ മുതിർന്ന നേതാക്കന്മാർ ആണ് അതിൽ വന്നിട്ടുള്ളത്. അതിലൊരാൾ ഡോക്ടർ ശശി തരൂരാണ്. ശേഷം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, ഏറ്റവും സമുന്നതമായിട്ടുള്ള ഒരു പദവികളിലൊന്നാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പാർട്ടി പരിഗണന നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു MP സ്ഥാനത്തിൽ ഒതുക്കി നിർത്തി നമുക്ക് എവിടെയും പറയാൻ കഴിയില്ല. പാർട്ടിക്ക് അകത്താണെങ്കിലും പാർലമെൻറ്റ് രംഗങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിക്ക് കൊടുക്കാവുന്ന, ശ്രീകുമാർ സാർ കറക്റ്റ് പറഞ്ഞു, ഭരണമില്ലാത്തപ്പോൾ നമുക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ ആളുകൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഉള്ള നിലയ്ക്കാണ്. ഒരിക്കലും ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനായിട്ടല്ല അദ്ദേഹത്തിനെ ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അതൊരു റീസണാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻസ്, അത് വിവിധ സംഘടനകളുമായിട്ടും വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ടും നിരന്തരമുള്ള സമ്പർക്കങ്ങൾ, അതൊരു റീസണാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അടിസ്ഥാനപരമായി ഈ ശശി തരൂരിന്റെ ജനിതകത്തിലെ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ജനിതകം എന്താണ്? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, അദ്ദേഹത്തിന്റെ ധൈഷണിക നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ ഭരണക്രമത്തെയും നിരീക്ഷിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനേകം ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ അദ്ദേഹം മുന്നോട്ട് വെച്ച നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്, ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ വാചകമുണ്ട്, അതിൽ എന്നെപ്പോലുള്ള ഇന്ത്യക്കാർ ലജ്ജിക്കുന്നു എന്ന് എഴുതിയ ശശി തരൂർ രാജീവ് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് പാകമല്ലാത്ത ഒരു കുപ്പായത്തിൽ കയറിക്കൂടാൻ പരമ്പരാഗത ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗം അഭിനയിക്കാൻ രാജീവ് ശ്രമിക്കുകയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചക്രം തിരിക്കാൻ ശ്രമിക്കുന്നിടയിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അദ്ദേഹം മറന്നു എന്ന് രാജീവ് ഗാന്ധിയെ പരിഹസിക്കുന്നിടത്ത്, അതിനുശേഷം അടിയന്തരാവസ്ഥക്കാലത്ത് എടുത്ത സമീപനം, ഗാന്ധി എന്ന പേരിൽ ഒരു കുടുംബം മുഴുവൻ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനെ വിമർശിച്ച തരൂർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജനിതകം എന്താണെന്ന ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നതും പരിഗണിക്കാത്തതും
അത് മാത്രം പ്രതീക്ഷിച്ച് ആ രാഷ്ട്രീയ ലാഭം മാത്രം അതിൽ മാത്രം കണ്ണുവെച്ച് വന്ന ആളാണോ ഡോക്ടർ തരൂർ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ്? അദ്ദേഹത്തിൻ്റെ അസ്തിത്വം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വത്വം എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളോട്, രാജ്യത്തെ ജനങ്ങളോട് പറയുക, ഞാൻ ഇത് ഉയർത്തി, ഈ വാദം അല്ലെങ്കിൽ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരാളാണ്, ഞാൻ ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടാണ് എന്ന അന്തസ്സോടുകൂടി പറയാൻ കഴിയുന്ന എന്ത് നിലപാടാണ് ഡോക്ടർ തരൂർ എടുത്തിട്ടുള്ളത്? ഡോക്ടർ ശശി തരൂരിൻ്റെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. കോൺഗ്രസ് എപ്പോഴും ശശി തരൂരിനെ പല എന്താ പറയുക ടിപ്പിക്കലായിട്ട് പോന്നിട്ടുള്ള പല കാര്യങ്ങൾക്ക് അതീതമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും വേണ്ട പരിഗണന കൊടുത്തിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് പല സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ താങ്കൾ പുസ്തകങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. അതിൽ ഇദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 3 ബയോഗ്രാഫിക് ടോണുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്ന് നെഹ്റുവിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ആദ്യം എഴുതുന്നത് എനിക്ക് തോന്നുന്നത് 2003 തോന്നുന്നത്. നെഹ്റുവിനെ കുറിച്ചാണ്. നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകമാണ്. പിന്നെ 2023 ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് എഴുതി. അതിനിടയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. അതിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇമേജിൽ എന്താണോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണോ അദ്ദേഹം എടുത്തിട്ടുള്ള കോൺട്രവേഴ്സ്യലായിട്ടുള്ള പോളിസീസും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷൻസിനെ കുറിച്ചെല്ലാം വിശദമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുള്ളത്, പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. ഇതെല്ലാം രേഖകളാണ്, ചരിത്രമാണ്. പിന്നെ വൈ ഐ ആം ഹിന്ദു എന്ന പുസ്തകം ആ ഹിന്ദുത്വ പ്ലൂറലിസ്റ്റിക് ഇൻക്ലൂസീവ് ഫിലോസഫിക്കൽ രീതിയിലുള്ള ഹിന്ദുയിസത്തെയാണ് മുന്നിൽ നിർത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് വൈ ഐ ആം ഹിന്ദു എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം രേഖകളാണ്. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കാണുന്ന ചില ലേഖനവും മറ്റും. ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്നത്. കൃത്യം ഒരു വർഷം മുമ്പ് NDTVക്ക് നൽകിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം ഈ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് BJP ഉയർത്തുന്ന വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് BJP തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടും മണിപ്പൂർ വിഷയത്തെക്കുറിച്ചും എല്ലാം വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് അടിയന്തരാവസ്ഥ എന്നുള്ളതാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് തന്റെ സ്റ്റാൻഡ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കേണ്ടത് ഡോക്ടർ ശശി തരൂരാണ്, മറ്റാരുമല്ല. കോൺഗ്രസ് പാർട്ടി വളരെ പക്വമായിട്ടുള്ള ശ്രീ യുവരാജ് ഗോകുൽ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തരൂർ തിരുവനന്തപുരത്ത് എത്തുന്നത് 2009 അപ്പോൾ 2009 അപ്പോൾ അദ്ദേഹം അതിന് മുൻപും അതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു കുടുംബാധിപത്യത്തിൻ്റെ പേരിൽ ഭരിക്കപ്പെടുന്നതിന് അദ്ദേഹം നിരന്തരം വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തരൂർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകം ആയി തിരുവനന്തപുരം തിരഞ്ഞെടുത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിലൂടെ ആകണം എന്ന് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ആലോചിച്ചിട്ടുണ്ടാവുക? ഇനി അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മോഹങ്ങൾ മനസ്സിൽ അലയടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ശരി തീരുമാനം ഇങ്ങനെ എടുക്കാമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവുകയെങ്കിൽ അത് മതിയായി, ഇനി ഇവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല, ഒരു നേട്ടവും ഒരു ലാഭവും ഇനി കിട്ടാനില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു BJP ലൈൻ തരൂർ സ്വീകരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ വലിയ മികച്ച പദവികൾ, ഇനി പറ്റുമെങ്കിൽ അതിലൂടെ മറ്റ് സ്ഥാനങ്ങളും അതിലൂടെ പുതിയൊരു രാഷ്ട്രീയ ലൈനും സ്വീകരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ടാണോ BJPയുടെ ശബ്ദത്തിൽ തരൂർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത്? BJPക്ക് പ്രതീക്ഷ വെക്കാനുണ്ടോ തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ? ശ്രീ ഗോപികൃഷ്ണൻ, എനിക്കൊരല്പം സമയം തരണം ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് 2 പാനലിസ്റ്റുകൾ പറഞ്ഞത്, അങ്ങ് ചോദിച്ചത്, ഇതിനകത്ത് ശശി തരൂർ എന്ന് പറഞ്ഞത് നിലവിൽ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടുള്ള കുറച്ചുകൂടി പക്വതയോടുകൂടി മാത്രമേ അതിനകത്ത് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരല്പം സമയം എനിക്ക് തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെയാണ്, ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നാലും ശരി തന്നെയാണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും DNA എന്ന് പറയുന്നത് ഒരു പരിധിവരെ നാഷണലിസം തന്നെയാണ്.
അതിനോടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിട്ട്, അതിനോടുള്ള സമീപനത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റക്കുറച്ചിലുകളോ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ ഐക്യങ്ങളോ എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും ഈ രണ്ടിൻ്റെയും DNA ഒരു പരിധിവരെയും നാഷണലിസം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളായിട്ടുള്ള ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഉണ്ടായിട്ടുള്ള നേതാക്കളായിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നാലും ശരി തന്നെയാണ്, അത്തരത്തിലുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരായിരുന്നാലും ശരി തന്നെയാണ്, അത്തരത്തിലുള്ള വാല്യൂസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ജീവിച്ചിരുന്ന ഉദാഹരണമായിരുന്നു ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എറ, സോണിയാഗാന്ധി എറ തുടങ്ങിയതിന് ശേഷം ആ നാഷണലിസത്തിനകത്ത് കോൺഗ്രസ് വലിയ തോതിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പല നേതാക്കളും പിന്നീട് ആ പാളയം വിടുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്നയാളെ ഇന്ത്യൻ പ്രസിഡന്റ് കസേരയിൽ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ എത്തിയ ആളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യാലയത്തിലെത്തുകയും RSSൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവറിൻ്റെ സ്മൃതി മന്ദിരത്തിലെത്തുകയും അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഏറ്റവും ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ച പുതുമയുള്ളൊരു കാഴ്ചയല്ല. ഇവിടെ നമ്മുടെ ശ്രീകുമാർ സാറ് തുടങ്ങുമ്പോൾ പറഞ്ഞു BJPയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചിട്ട്. BJPയുടെ പ്രധാനമന്ത്രി എന്നുള്ളതല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ശശി തരൂർ പുകഴ്ത്തി എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നരേന്ദ്രമോദി ശക്തനായ നേതാവാണ്. നരേന്ദ്രമോദി ഇന്ന് ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ നടന്ന് വലിയ ശക്തനായ നേതാവായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശശി തരൂർ എന്ന് പറയുന്നയാൾ ഒരു ഇൻ്റർനാഷണൽ പേഴ്സണയാണ്. അദ്ദേഹം ജിയോ പൊളിറ്റിക്കൽ സ്പേസിൽ വലിയ മാനങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പരിധിവരെ ഇന്ത്യയുടെ ഓപ്പറേഷനെ സ്പിയർ ഹെഡ് ചെയ്തിരിക്കുന്നതും ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ളൊരു രാജ്യമാണ്. അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നില്ല. അവിടുത്തെ പ്രധാനമന്ത്രി വളരെ വീക്കാണ്. അവിടെ തീവ്രവാദികളാണ് ആ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നത്. സൈന്യമാണ് രാജ്യത്തിനെ നയിക്കുന്നത്. ISI പോലുള്ള ചാര സംഘടനകളാണ് ആ രാജ്യത്തിൻ്റെ പോളിസി തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ന് ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ പോയി പറഞ്ഞിട്ട് വന്ന ഒരാൾ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരാധമനാണ്, ഇന്ത്യ വളരെ വീക്കായ സ്ഥിതിയിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ കരുത്തരല്ലാത്ത ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ അത്ര വലുതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുവാൻ വേണ്ടിയിട്ട് ഒപ്പോസിഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു പലർക്കും സാധിക്കണം. ഞാനിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഈ മാസം കഴിഞ്ഞ ദിവസം നമ്മുടെ നമീബിയ ശ്രീ നരേന്ദ്രമോദിജിക്ക്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ കൊടുത്ത് ബഹുമാനിക്കുകയുണ്ടായി. 26ാമത്തെ രാജ്യമാണ് അങ്ങനെ ചെയ്യുന്നത്. റഷ്യ അവരുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ കൊടുത്തു. USA എനിക്ക് തോന്നുന്നു 2ാമത്തെയാണെന്ന് തോന്നുന്നു കൊടുത്തത്, അവരുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണെന്ന് തോന്നുന്നു കൊടുത്തത്. സൗദി അറേബ്യ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 26 രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ, നമ്മുടെ ഭാരതരത്നയ്ക്ക് സമാനമായിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ പത്മവിഭൂഷണ് സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള ആദരവ് കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് 193 രാജ്യങ്ങൾ എന്താണ് ഔദ്യോഗികമായിട്ട് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് 10%-ലധികം ആൾക്കാർ, രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ ലോകത്തിൻ്റെ അവരുടെ തന്നെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് അംഗീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റേ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, വേൾഡ് സൗത്തോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അതിൻ്റെ തന്നെ ഒരു ലീഡറായിട്ട് ഇന്ത്യയെ പ്ലേസ് ചെയ്യാൻ സമയത്ത്, നരേന്ദ്രമോദിയെ പ്ലേസ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്ന സമയത്ത്, ഇന്ത്യ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ടുള്ള ശശി തരൂരിനെ പോലൊരാൾ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇകഴ്ത്തി സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതിലെ ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തരൂരിന്റെ പ്രസംഗം നടന്നിട്ടുള്ള ലണ്ടനിലെ ആ സർവകലാശാലയിലെ വിഷയം തന്നെ 2047 ഇന്ത്യ എന്നുള്ളതായിരുന്നു. അതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാവി എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് ഒരു കേന്ദ്രീകൃത ഭരണമുണ്ടായതും ഒരു ഉറച്ച അല്ലെങ്കിൽ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവ് ഉണ്ടായതും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സഹായകരമായി എന്നും കോൺഗ്രസിൻ്റെ നയങ്ങളെയും ഇടതുപക്ഷ നയങ്ങളെയും ഒക്കെ മറന്ന് അതിനെ കൂടുതൽ ദേശീയതയിലേക്ക് അടുപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നും തരൂർ പറയുന്നത്, അത് പറയാനല്ല തരൂരിനെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാക്കിയത്. അതല്ലേ ഇതിലെ പ്രശ്നം?
അല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ളത് പോലെ തന്നെ അദ്ദേഹം ഭാരതത്തിന്റെ ഒരു പൗരനും കൂടെയാണല്ലോ ശ്രീ ഗോപികൃഷ്ണൻ. അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയല്ലേ സംസാരിക്കാൻ പറ്റും. അല്ലാണ്ട് രാഹുൽ ഗാന്ധി ലോകത്തെ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത് എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള കാര്യം, കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ? നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഉള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ചാനലുകളിൽ വന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചത് ഇന്ത്യയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് സാമ്പത്തികമായിട്ട്. അതുവരെയുള്ള ഇടത് നയങ്ങളെ മുഴുവൻ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുകയും ലിബറലൈസേഷൻ കൊണ്ടുവരികയും അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉയർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്ന് പറഞ്ഞതും ഇതേ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെഫ്റ്റിസ്റ്റ് നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനം ഉണ്ടായതിനെ വളരെ നല്ലത് എന്ന് തന്നെയല്ലേ അവർ പറഞ്ഞു വെക്കുന്നത്. അതിനെ കുറച്ചുകൂടിയും ഷാർപ്പായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നു എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി കഴിഞ്ഞ 10-11 വർഷങ്ങളിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സാധനമല്ലേ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെയോ 4-ാമത്തെയോ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യക്ക് വന്ന് നിൽക്കുമ്പോൾ 4-ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കാൻ കഴിയുന്നു. 1-2 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ 3-ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. നമ്മുടെ ശ്രീ പി ചിദംബരം 2011-ലോ 12-ലോ പറഞ്ഞത് നമ്മൾ 30 വർഷങ്ങൾക്കപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതാണ്. അത് ഇപ്പോൾ 2027-ൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പറയുന്ന നയങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നു എന്ന് തന്നെയല്ലേ. ഈ പ്രസ്ഥാനങ്ങൾക്ക് ചില ധാരണകളുണ്ട്. യുവരാജ്, എനിക്ക് തോന്നുന്നു എന്റെ ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് താങ്കൾ അല്പം മാറിപ്പോയി. ഞാൻ ചോദിക്കുന്നത്, തരൂരിനെ നിങ്ങൾ കൗണ്ട് ചെയ്യുന്നുണ്ടോ BJP എന്നതാണ്? അല്ല, തരൂരിനെ BJPയിൽ നിന്ന് കൗണ്ട് ചെയ്യാന്നുള്ളതല്ലോ. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യലുകളെ, ടാലന്റുകളെ കൃത്യമായിട്ടും ലോകത്തിന്റെ മുമ്പിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് BJPയുടെ നയം. അതിനകത്ത് ഇപ്പോൾ ശശി തരൂരാണോ OIC ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതല്ലല്ലോ. നോക്ക്, ഈ പല പ്രസ്ഥാനങ്ങളുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കെട്ടിയിടാമെന്നുള്ളതാണ്. അവരുടെ ചിറകുകൾക്ക് കരുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർ എല്ലാ വിലങ്ങുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഉയർന്നു പറക്കുമെന്നേ. ആർക്കും അതിനെ തടയാൻ വേണ്ടി. ശരി യുവരാജ്, ഇനി നമുക്ക് രണ്ടാം റൗണ്ടിൽ ഒന്നുകൂടി വിശദമായി സംസാരിക്കാം. യുവരാജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ലാൽകുമാർ കൂടിയുണ്ട്, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ലാൽകുമാർ, ഈ തരൂർ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും, പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുമ്പോഴും ഹൈക്കമാൻഡ് നിശബ്ദത പാലിക്കുകയാണ്. മൗനം കൊണ്ടാണ് അവർ തരൂരിനെ ശിക്ഷിക്കുന്നത്. കാരണം തരൂർ ആഗ്രഹിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതുവഴി ഒരു വീരപരിവേഷവും സൃഷ്ടിക്കുക എന്നതാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശം അവർ കൊടുക്കുകയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ 2026 ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇനി അടുത്ത സർക്കാർ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ കോൺഗ്രസിനകത്ത് താനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സർവേ ഫലം തരൂർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലും മറ്റ് പ്രതികരണങ്ങളൊന്നും കാര്യമായി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് തരൂർ സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ CPI ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക? രണ്ടാമത്തെ കാര്യം, തരൂർ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ യോഗ്യനാണ് എന്നൊരു സർവേയിലൂടെ തെളിയിക്കപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചെയ്തു കൊടുക്കാനുണ്ടോ? ഇവിടെ സമഗ്രമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം 3 പേര് സംസാരിച്ചതിനകത്ത് എനിക്ക് ഓരോ കാര്യത്തിലും അഭിപ്രായമുണ്ട്. അവരൊക്കെ വലിയ സ്ട്രെച്ചിൽ സംസാരിക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം, ഗോകുൽ നന്നായി സംസാരിച്ചു, നന്നായി BJPക്ക് വേണ്ടി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ. എന്നാൽ ശശി തരൂർ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റി. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇതിനകത്ത് ഒരു അടിസ്ഥാനപരമായ പ്രശ്നം, ഗോകുൽ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാര്യം ഗോകുലിൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഡോക്ടർ ശശി തരൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ ഒരു ഡിനയൽ മോഡിലേക്ക് പോകേണ്ട കാര്യമില്ല, വിമർശനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിനകത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്നറിയോ, ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്താൽ വിമർശനാത്മകമായ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. നോക്കൂ, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളുടെ റോൾ അദ്ദേഹം വഹിക്കണ്ടേ? അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിദേശ രാജ്യത്ത് പോകുമ്പോൾ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മസ്കുലിൻ ലീഡറാണ്, സ്ട്രോങ് ലീഡറാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ആ ഡിബേറ്റിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ ഇംഗ്ലണ്ടിൽ
നടക്കുന്ന ഒരു സദസ്സിൽ ഞാൻ സംസാരിക്കുമ്പം ബ്രിട്ടീഷ് ഓഡിയൻസ് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രധാനമന്ത്രിയെ ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണോ സംസാരിക്കുക? യുവരാജ് ഗോകുൽ അങ്ങനെ സംസാരിക്കുമോ? ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുമോ? അതിപ്പം വേറെ ഏത് പാർട്ടിയാണെങ്കിലും, അത് ഏത് പാർട്ടിയാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. അത് ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് യുവരാജിൻ്റെ കൂട്ടത്തിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ അക്സെപ്റ്റൻസ് ലോകത്തുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്, അതിനകത്തൊരു സംശയവും വേണ്ട കാര്യത്തില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ വിഷയം നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ശക്തിയും അല്ല വിഷയമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ അല്ലെങ്കിൽ ബലം ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വേറൊരു സ്പോട്ടിലാണ്. ഇവിടെ സംഭവിക്കുന്നത് ശശി തരൂർ എന്ന ക്ലവറായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം ഈ പറയുന്ന ഈ നാഷണലിസം എന്ന് പറയുന്ന പേരിൽ ഈ യുദ്ധം നടന്നിട്ട്, അല്ലെങ്കിൽ ഈ യുദ്ധം തന്നെ വിളിക്കാൻ പറ്റുന്നില്ല, പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ റിട്ടാലിയേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട്, അത് അദ്ദേഹം വലിയ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ആ പോയിന്റ് വരെ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം നോക്കൂ, ബി ജെ പിയുടെ പോസ്റ്റ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കളിക്കുന്നത്, ബി ജെ പിയുടെ കോർട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് കളിക്കുന്നത്. ഒരാൾക്ക് ഒരു ഇപ്പം നോക്കൂ, കോൺഗ്രസ് ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആദ്യത്തെ ടേമിൽ തന്നെ അദ്ദേഹത്തിനെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആക്കുന്നു, എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആക്കുന്നു. അത് കഴിഞ്ഞ് പല പ്രാവശ്യം എം പി ആകുന്നു, ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊരു റോൾ ഇല്ലേ? അങ്ങനെ ഒരു റോൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന്, ഇല്ലേ? ഇപ്പം ലാൽകുമാർ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ വിഷയം വരുമ്പോൾ ബി ജെ പിക്കെതിരെ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കാര്യം എന്താ? എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ ബി ജെ പിക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. ആ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് ഇദ്ദേഹത്തിനുള്ളതെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പം അദ്ദേഹം ഈ നാഷണലിസം, ഈ പറയുന്ന ഇൻറ്റഗ്രിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻറ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ വാക്കുകൾ പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതിനകത്തോട് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് അദ്ദേഹം എത്ര ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചാലും, എത്ര ക്യൂൻസ് ഇംഗ്ലീഷ് സംസാരിച്ചാലും, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ലാത്ത ആളായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പം അദ്ദേഹം ഒരിക്കൽ പുകഴ്ത്തുകയും അതേ സ്ഥാനത്ത് അദ്ദേഹം വിമർശനാത്മകമായ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പം എമർജൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് എന്താ അഭിപ്രായം? എനിക്ക് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന നിലപാടുണ്ടോ? പക്ഷേ അത് ഞാൻ എന്ത് പേർപ്പസിന് പറയുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ശശി തരൂർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്, ശശി തരൂർ എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ബി ജെ പിയെ സുഖിപ്പിക്കാനാണ് എന്ന് കരുതുന്നു, ആൾക്കാർ കരുതുന്നു. ഇപ്പം 24-ൻ്റെ ഇന്നത്തെ ചാനലിലെ ഡിബേറ്റിൻ്റെ ഹെഡിങ് എന്താ? ഏതാ ശശി തരൂർ പാർട്ടി എന്നുള്ളതാണല്ലോ. അപ്പം 24-ന് അടക്കമുള്ള, അല്ലെങ്കിൽ ഗോപികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർക്ക് ഏതാ ശശി തരൂർ പാർട്ടി എന്ന് തോന്നത്തക്ക രീതിയിൽ ശശി തരൂരിൻ്റെ ഇടപെടിയിൽ വന്നു എന്നുള്ളതാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്ലി അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേണം കരുതാൻ. അത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ലല്ലോ ഏതാ പാർട്ടി എന്ന് ചോദിക്കേണ്ടതായി 24-ന് കേരളത്തിലെ ഏറ്റവും റേറ്റഡ് ചാനലുകളിലൊന്നിന് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നെ അടുത്ത് ഇവിടെ വന്നൊരു ചോദ്യം, ഈ പറയുന്ന കോൺഗ്രസിന് സ്ഥാനമാനങ്ങൾ, അദ്ദേഹം ആദ്യത്തെ ടേമിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലാത്ത ആൾക്ക് കോൺഗ്രസിന് ഒന്നും കൊടുക്കാൻ കഴിയില്ല. നോക്കൂ, ജയറാം രമേശ്, പി ചിദംബരം, അവരൊക്കെ വലിയ വലിയ ടോൾ ലീഡേഴ്സാണ്. നമുക്ക് പറഞ്ഞല്ലേ, അവരെയൊക്കെ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. അവർക്കൊക്കെ എന്താ റോള്? അവരൊക്കെ ഒരു റോളും ഇല്ലാതിരിക്കുകയാണ്. പാർലമെന്റിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു അദ്ദേഹത്തിന്റെ നിലപാട്, അതായത് പാർട്ടിയുടെ പൊസിഷൻ, നിലപാട് അറിയിക്കാൻ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഡിബേറ്റ് ഓപ്പൺ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന് അവിടെയും കേന്ദ്രത്തിലും ഒരു പിടിയില്ല, കേരളത്തിൽ വന്നാൽ ഇവിടെയും. ശരി പറയൂ. അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. അദ്ദേഹത്തിന് സ്ഥാനമാനം കൊടുത്തിട്ടുണ്ടോ, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പൊളിറ്റിക്സിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അദ്ദേഹം ഒരു സ്ട്രോങ് സ്റ്റാൻഡ്, നോക്കൂ, നമ്മളിപ്പം നരേന്ദ്രമോദിയെ ഏറ്റവും ശക്തമായി എതിർക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. അതിനകത്ത് സംശയമില്ലല്ലോ. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായി നരേന്ദ്രമോദി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിപക്ഷം എതിർക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷത്തിൽ മേളിലായാലും അദ്ദേഹം എം പി ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ആ 15 വർഷത്തിൽ ഒറ്റ സ്പീച്ച് ഗോപികൃഷ്ണൻ കാണിക്കാവോ ഏറ്റവും ഫയർ ബ്രാൻഡായിട്ട് ശശി തരൂർ സംസാരിച്ചത്? ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ക്യൂൻസ് ആക്സെൻറ്റിൽ അദ്ദേഹം പോളിഷ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ.
അത് അദ്ദേഹം വളരെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പണ്ട് അദ്ദേഹത്തിനോട് ഒരു ഡിപ്ലോമാറ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇഫ് യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു എ ഡിപ്ലോമാറ്റ് ആൻഡ് ഹി ആൻസേഴ്സ് നോ, ദെൻ ഹി ഈസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. ഇത് തന്നെയാണ് തരൂർ എപ്പോഴും. അദ്ദേഹം ഒരിക്കലും നോ പറയാത്ത രീതിയിൽ ഈ പോളിഷ് ചെയ്ത് എങ്ങും തൊടാത്ത രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ശക്തിയുക്തം അവതരിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് തെറ്റ്. ഇപ്പം കോൺഗ്രസിനകത്ത് എത്രയോ ആൾക്കാരുണ്ട്. പി ചിദംബരത്തിനെ പോലെയുള്ള ആൾക്കാർ, അദ്ദേഹം രാജ്യസഭയിലാണുള്ള ആൾ. കപിൽ സിബാൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. തരൂറിന് ഏറ്റവും കൂടുതൽ വേർബൽ അക്വൈൻറ്റൻസ് ഉള്ളപ്പോൾ തന്നെ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ആരാന്ന് ഒരു കുട്ടിയോട് ചോദിച്ചാലും അത് നമ്മൾ പറയുന്നത് ശശി തരൂരിൻ്റെ പേരായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ കരൺ താപ്പറിൻ്റെ പേര് പറയായിരിക്കും, മാധ്യമപ്രവർത്തനായ. പക്ഷേ ആ ഇംഗ്ലീഷ് ഉപയോഗിച്ച് അദ്ദേഹം എന്നും ഒന്നും പറയുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ ഭാഷയുള്ളപ്പോഴും അദ്ദേഹം അവിടെ പോളിഷ് ചെയ്ത് അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് മയപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. ആ പ്രശ്നം നമ്മൾ ആ പ്രതിപക്ഷത്തിരുന്ന് ചെയ്യേണ്ട കാര്യമാണോ? ഏറ്റവും ശക്തമായി എതിർക്കപ്പെടേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അടുത്തൊരു വന്നൊരു വിഷയമുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്. നോക്കൂ, കേരളത്തിലെ നേതാക്കന്മാർ ഇതിനകത്തൊരു അഭിപ്രായം പറയണമെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്ന ആളായതുകൊണ്ട് നിശ്ചയമായും ആൾക്കാർ അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ AICC ഇതിനകത്തൊരു മൗനം പാലിക്കുന്നത് കൊണ്ട് അതിനകത്തൊരു വലിയ പരിമിതി ഇവിടുത്തെ ആൾക്കാർക്ക് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ഇവർ ഓരോരുത്തരും മറുപടി പറയണമെന്ന് വേണേൽ എനിക്ക് പറയാം. പക്ഷെ അതൊരു ഒരു ഒരു തെറ്റായ സമീപനമാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം VD സതീശനോട് ഇപ്പം ഒരു മറുപടി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ ഈ പറയുന്ന കൂട്ടരോ ഇതിനകത്ത് മറുപടി പറയാത്തൊരു വിഷയത്തിൽ എങ്ങനെ VD സതീശന് മറുപടി പറയാൻ പറ്റും? അത് വലിയ പാടാ. കാര്യം അത് എല്ലാ സംഘടനയ്ക്കകത്തും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം നോക്കൂ, നരേന്ദ്രമോദി ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അമിത്ഷാ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറയുക എന്നുള്ളതല്ല, അദ്ദേഹം അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ BJPയുടെ ഒരാൾക്കും പറയാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് കോൺഗ്രസിനുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് CPI പെട്ടെന്ന് പ്രതികരിച്ചതോ ശ്രീലാൽ കുമാർ ചോദിച്ചു. അത് പറയാം. നോക്കൂ, CPI ആണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ CPIയുടെ ചിഹ്നത്തിലാണ് അദ്ദേഹത്തെ മത്സരത്തിൽ പോകുന്നത് അല്ലേ? അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന CPIയുടെ ക്യാൻഡിഡേറ്റ് ആണ്, CPMന്റെ ക്യാൻഡിഡേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു അധിക ഊർജ്ജം അവിടെ വന്നത്. ആ ഊർജ്ജം തെറ്റല്ലെന്നേ. നോക്കൂ, ശരി. അല്ല, ഒന്നുമില്ല. ഞാൻ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സർവ്വതാ യോഗ്യനായ ഒരാൾ കേരളത്തിൽ അദ്ദേഹമാണ് കോൺഗ്രസിനകത്ത് എന്നൊരു സർവേ അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചു വരികയും ആ സർവേയുടെ ആധികാരികത സംബന്ധിച്ച സംശയങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ തരൂറിന് ഇടതുപക്ഷ പാർട്ടികൾ, കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ചില നയങ്ങളെയും ഒക്കെ പിന്തുണയ്ക്കുകയും അതിനെ പുകഴ്ത്തുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ കൂടി ഉള്ളപ്പോൾ അതിൽ തരൂർ എന്തെങ്കിലും കാണുന്നുണ്ടോ, അതിൽ ആശങ്ക CPIക്ക് ഉണ്ടോ എന്നൊക്കെയായിരുന്നു ഞാൻ സംശയിച്ചത്. അതുകൊണ്ടാണ്. അല്ല ശ്രീലാൽ കുമാർ, ഞാൻ പെട്ടെന്നൊരു ഇടവേള എടുക്കട്ടെ. ഞാൻ അല്പസമയം ഒരു ക്രോസ് ചെയ്തു. ശരി. പെട്ടെന്ന് താങ്കൾ അവസാനിപ്പിച്ച് എനിക്കൊരു ഇടവേള എടുക്കാം. താങ്കൾ പറഞ്ഞോളൂ. നോക്കൂ, ഒരു നയം ഇപ്പം CPMന്റെ ഒരു നയത്തെ അല്ലെങ്കിൽ കേരള സർക്കാരിനെ ഒരിക്കൽ പ്രകീർത്തിച്ചു. അതും വിമർശനാത്മകമായാണ് കോൺഗ്രസ് ഇവിടെ കണ്ടത്. അത് ആ പറയുന്ന ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ലെന്നേ. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട്, ഉക്രൈൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തെറ്റിപ്പോയി. അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നു നല്ല രീതിയിലാണ് പ്രധാനമന്ത്രി ഇടപെട്ടതെന്നൊരു അഭിപ്രായം പറയുന്നു. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ശരി, ഏതായാലും ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ് തരൂരിന്റെ അടുത്ത നീക്കം സംബന്ധിച്ച് നമ്മുടെ എല്ലാം മുന്നിൽ ഉള്ളത്. ഞാൻ ഈ രണ്ടാം റൗണ്ടിലേക്ക് നമ്മുടെ ചർച്ച കടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പാനലിസ്റ്റുകൾ തരൂരിന്റെ തുടർ രാഷ്ട്രീയ നീക്കം സംബന്ധിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്, നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീ N. ശ്രീകുമാർ സർ, നമുക്കിനി കുറച്ച് സമയമാണ് ഇതിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, തരൂർ ഈ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പാർട്ടി നേതൃത്വം പുറത്താക്കണം എന്ന് തരൂർ ആഗ്രഹിക്കുന്നു, പക്ഷേ നേതൃത്വം അത് മനസ്സിലാക്കി മറ്റൊരു രാഷ്ട്രീയ തന്ത്രം സ്വീകരിക്കുന്നു എന്നാണ്. തരൂരിനൊരു രാഷ്ട്രീയ പാർട്ടി വേണം, അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ ഇടം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ തരൂരിൻ്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റാവുന്ന തരൂർ ഇപ്പോൾ ഒരു കോൺഗ്രസ് വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നാളെ അദ്ദേഹം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു കോൺഗ്രസ് വിരുദ്ധ പാതയിലേക്ക് അദ്ദേഹം പോകുമെന്നേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ കൃത്യമായി എൻ്റെ ഉത്തരം. പിന്നെ മറ്റൊരു കാര്യം, നമുക്കിതിലെ ദേശീയ രാഷ്ട്രീയവും അല്ലെങ്കിൽ ദേശീയോദ്ഗ്രഹങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൻ്റെ കാര്യത്തിൽ ഞാൻ ചർച്ച ചെയ്തേനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ BJP 2014 ശേഷമാണല്ലോ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത്.
അതുവരെ എന്തായാലും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയതയാണല്ലോ നമ്മൾ ഉയർത്തിപ്പിടിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദേശകാര്യമാണല്ലോ വാജ്പേയി അടക്കം ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേറെ വിഷയം. ഇത് നമ്മൾ ശരാശരി രാഷ്ട്രീയം ഞാൻ പറയുന്നുള്ളൂ. എന്താണ് ശരാശരി രാഷ്ട്രീയം? 2009 തൊട്ട് 2024 വരെ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ പറഞ്ഞത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ്, മോദി വിരുദ്ധ രാഷ്ട്രീയമാണ്. അതിന് ജനങ്ങൾ കൊടുത്ത വോട്ട് കൊണ്ടാണ് അദ്ദേഹം MP ആയത്. അങ്ങനെ MP ആയ ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ആ ജയിപ്പിച്ചവരെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. BJPയുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം ആ രാഷ്ട്രീയം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ BJPയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഇത്ര കാര്യമുള്ളൂ. ഒരു ശരാശരി രാഷ്ട്രീയം നമ്മൾ പറയുകയാണെങ്കിൽ ശശി തരൂർ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? അതിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയത്തെ പുകഴ്ത്തുന്നു. ഇവിടെ BJPയുടെ പ്രതിനിധിയായ ശ്രീ യുവരാജ് ഗോകുലിന് പോലും ശശി തരൂരിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടിരുന്നുകൊണ്ടാണ്? അദ്ദേഹം വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ഗോപികൃഷ്ണൻ. വിശ്വാസ്യത വളരെ പ്രധാനമാണ് ഒരു രാഷ്ട്രീയ നേതാവിന്. കാരണം വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്ന ആ പാർട്ടിയിൽ വഹിക്കുന്ന സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ പുകഴ്ത്താൻ പാടില്ല. ഇവിടെ കേരളത്തിൽ അത് തന്നെ സംഭവിച്ചു. UDF കൊണ്ടുവന്ന രാഷ്ട്രീയ നയവും അതുപോലെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായിട്ട് പിണറായി വിജയൻ്റെ വികസനമാണ് നല്ലതെന്ന് ശശി തരൂർ പറയുമ്പോൾ അത് എതിർക്കപ്പെടണം. അതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ പറയേണ്ടതിന് പകരം BJPയുടെ നിലപാടുകളാണ് ശരിയെന്നൊരു കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുമ്പോൾ അത് വിമർശിക്കപ്പെടണം. അത് നല്ല രാഷ്ട്രീയമല്ലേ ഒരു ശരാശരി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ആ കാര്യമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിൽ വേറെ ഒരു ഇൻ്റലക്ച്വൽ പൊളിറ്റിക്സിലേക്ക് ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ദേശീയത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയതയെ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? മഹാത്മാഗാന്ധിയിൽ നിന്ന് തുടങ്ങിയതാ. നേതാക്കൾ മാറി വരും, അവർക്ക് അവരുടേതായ ആധിപത്യങ്ങൾ ഉണ്ടാവാം, അവരുടേതായ ആശയ ഭിന്നതയും പൊരുത്തങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസിനൊരു ദേശീയ രാഷ്ട്രീയമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ മൂവർണ്ണത്തിൻ്റെ നിറം ഇന്ത്യ എന്തൊക്കെ ഉപയോഗിക്കുന്നോ ആ നിറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിറം തന്നെയാണ്. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. അതിലൊരു നിറവ്യത്യാസവും കാണണ്ട. പക്ഷേ അങ്ങനെയുള്ളൊരു ത്രിവർണ്ണ നിറത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പതാകവാഹകനെ വന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശരാശരി രാഷ്ട്രീയമില്ലായ്മയുണ്ട്, ഒരു മര്യാദയില്ലായ്മയുണ്ട്. ആ മര്യാദയില്ലായ്മയിലേക്ക് എന്തുകൊണ്ട് ശശി തരൂർ പോകുന്നു എന്ന് ചോദിച്ചാലാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വിരുദ്ധനായി മാറിയതിൻ്റെ കാരണം അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് നാളെ അദ്ദേഹം BJPയിലേക്ക് പോവുകയാണോ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഒരു ഉന്നത പദവിയിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധ ചേരിയുടെ വക്താവായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതായത് ശശി തരൂരിന്റെ മുന്നിലുള്ള സാധ്യതകൾ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അത് തരൂർ തന്നെയാണ് വ്യക്തമാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴും തരൂരിന്റെ മുന്നിലുള്ള സാധ്യതകളെ നമ്മൾ കൗണ്ട് ചെയ്താൽ എന്തൊക്കെയായിരിക്കും? ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു മികച്ച പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് BJPയിലേക്ക് ഒരു ക്ഷണമുണ്ടാകുമോ? അതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എതിർപ്പ് കോൺഗ്രസ് പാർട്ടിയോടല്ല, നയങ്ങളോടല്ല, അത് ഗാന്ധി കുടുംബത്തിൻ്റെ നേതൃത്വത്തോടാണെങ്കിൽ അവിടെ പടപൊരുതി നിൽക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ കോൺഗ്രസ് ആധിപത്യത്തിൽ ഇഷ്ടപ്പെടാത്ത ഈ വിശാല പ്രതിപക്ഷ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും തരൂരിന് ഇടം കിട്ടാൻ സാധ്യതയുണ്ടോ? അതല്ല കേരളമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകമാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി പോലെയുള്ള പദവികൾ അല്ലെങ്കിൽ മികച്ച പദവികളാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ പാളയത്തിൽ എവിടെയെങ്കിലും ഒരിടമുണ്ടാകുമോ? എന്ന് തുടങ്ങി നമുക്ക് അഭ്യൂഹങ്ങളിൽ എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും വിധത്തിലാണ് തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇപ്പോൾ അടിക്കടി മാറ്റിക്കൊണ്ട് ഒരു അടവുകളായി പുറത്തേക്ക് എടുക്കുന്നത്. താങ്കൾ ഏത് സാധ്യതയാണ് പ്രബലം എന്ന നിലയിൽ കാണുന്നത്? താങ്കൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കുറേ അഭ്യൂഹങ്ങൾ ഉണ്ടെന്നുള്ളത്. ആ അഭ്യൂഹങ്ങളിൽ ഭാഗമാകുവാൻ ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എനിക്ക് പറയാൻ താല്പര്യം, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ താല്പര്യം ഒരു കാര്യം, എപ്പോഴും തരൂര് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ആവശ്യത്തിനോ അല്ലാതെയോ ആയിട്ട് വളച്ചൊടിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ, അതിൻ്റെ ഒരു ശകലം എടുത്തുകൊണ്ട് 3 ദിവസം ചാനലുകളെല്ലാം ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ അതിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ ഇൻ്റർവ്യൂ വന്നപ്പോൾ അദ്ദേഹം തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജെന്യുവിനായിട്ട് പറയുന്ന കാര്യങ്ങളും വളച്ചൊടിക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AICC ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞിട്ടാണ് മല്ലികാർജുൻ ഖാർഗെയെ അന്ന് പൊസിഷൻ ചെയ്യപ്പെട്ടത്. എന്നിട്ട് പോലും തരൂരിന് ഒരുപാട് പിന്തുണ കിട്ടി. അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന പിന്തുണയെക്കുറിച്ചടക്കം ചാനലുകളിൽ ചർച്ച ഉണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ യുവ നേതാക്കന്മാർക്കും ഒക്കെ ഒരു തരൂരിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ വന്നിരുന്ന കമൻറ്റുകൾ എല്ലാം ആ തരത്തിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ പോയി നോക്കിയാൽ കാണുന്ന കമൻറ്റുകളിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ചിത്രം വ്യക്തമാവും. അതൊരിക്കലും ഒരു സൈബർ പോരാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതല്ല. ആ പ്രൊഫൈൽ ഒരു സാമാന്യ ബോധമുള്ള ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ കുറേ വികാരങ്ങൾ അദ്ദേഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചൊരു പെട്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ അദ്ദേഹം വിശദീകരിക്കുമോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഉദ്ദേശവും ഒരു ലക്ഷ്യവുമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് വെല്ലുവിളികൾ സൃഷ്ടിക്കാം എന്നുള്ളത് അടക്കം ആകാം. ഏതായാലും അഭ്യൂഹങ്ങൾ തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ. ശ്രീ യുവരാജ് ഗോകുൽ, തരൂരിന്റെ നീക്കം താങ്കൾ എന്ത് കാണുന്നു? താങ്കൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ശ്രീ ഗോപികൃഷ്ണൻ, ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാർ സാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഞാൻ പറയാം. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലെഗസി നാഷണലിസത്തിലുള്ള അതിനെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ 2014 ശേഷവും അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് 1990-കൾക്ക് ശേഷം അതിനകത്തൊരു കോംപ്രമൈസിങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് തന്നെയാണ് അത് ശക്തമായിട്ട് ദേശീയതാവാദമുയർത്തിയ ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് നോക്കൂ, ജൂലൈ 11 എന്ന് പറയുന്ന ഡേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു നാഷണൽ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള പേജിൽ നിന്ന് പോലും ഒരു ജന്മദിനാശംസ അദ്ദേഹത്തിന് നേർന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവരെ ഏതാണ്ട് എല്ലാവരെയും മറന്നുവെന്നേ. അവരതെല്ലാം മറന്ന് ടുക്കടെ ഗ്യാങ്ങുകളുടെ പിറകിലേക്ക് പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് പറയുന്നത് പോലുള്ള ദേശീയതയുടെ വക്താവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ നേതാക്കൾ, ഇപ്പോൾ പ്രണബ് കുമാർ മുഖർജി ആയിരുന്നാലും ശരി തന്നെയാണ്, മറ്റു പലരായിരുന്നാലും ശരി തന്നെയാണ്, അതിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തരൂരിനെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിന് നമുക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, ശ്രീ ലാൽകുമാർ അദ്ദേഹം പറഞ്ഞു എന്താണ്, വ്യക്തികൾ അവരുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നിനും കൊള്ളില്ല എന്ന്. വ്യക്തികൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും ഗുരുതരമാണ് പ്രസ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതേതായാലും യുവരാജ്, അത് നമുക്ക് ഈ ഒരൊറ്റ ചർച്ചയിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും ഡോക്ടർ ശശി തരൂർ MP-യുടെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മുൻനിർത്തിയുള്ളതാണ്. അത് ഒരു ചതുരംഗ പലകയിലെ നീക്കങ്ങൾ പോലെ തന്നെ സസൂക്ഷ്മം സശ്രദ്ധം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ നിന്ന് ഏത് കളത്തിലേക്കാണ് തരൂരിന് എടുത്തു ചാടാൻ പോകുന്നത്, അതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എവിടെ ചെന്നെത്താനാണ് എന്നത് ഇപ്പോഴും അഭ്യൂഹങ്ങളിൽ മാത്രം പരതേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. ഏതായാലും ഡോക്ടർ തരൂർ കോൺഗ്രസിന് അനഭിമതനായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടണമെന്നാണ് ഡോക്ടർ തരൂർ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനിപ്പോൾ തയ്യാറല്ല എന്നാണ് മൗനം കൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനി എന്ത് നീക്കം കൊണ്ടായിരിക്കും തരൂർ മറുപടി പറയാൻ പോകുന്നത് എന്നതിൽ നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.